the day we were born, we were sworn to a legacy. Enemy in front of me, fighting for supremacy. Pedigree of blood stains filling up my memory. Every single hood brain fading out in jealousy. சொல்லும் இந்த கதை என் முன்னோர்கள் போட்ட பாதை. இந்த ரத்தம் சத்தம் பாதை. சில வீரர்களின் கீதை, சில பேரோட வழியில் ஆனந்தம், சில கண்களின் கண்ணீரில் ஆணுவம். நீ சொல்லிக்காம இது சண்டியர்கள் பூமி, ஒரு சண்டை என்று வந்து விட்டால் ஆயுதங்கள் சாமி. Bliss of the trigger finger fist, laying bullets in the mist. Not a day to be missed, not a day to be missed. ഇനി എന്നു കാണും ഞാൻ ഇതു നേരമേ, ഇരവന്നു നീളുന്നിതാ. നഗരത്തിൻ വഴി കാട്ടിയ മിഴിനാളമായി അടയാളമറിയും നിതാ. ഇത് 2026 മെയ് 24 തീയതിയാണ്. 29 പേര് ആലുവ പെരിയാർ ക്രോസ് ചെയ്യുന്നു. ഈ കുട്ടിയുണ്ട ഈസ 6 വയസ്സുള്ളൂ. ആലുവ പെരിയാർ 3/4 കിലോമീറ്റർ നീണ്ടി കിടക്കാൻ പോണു. ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഇത് ചെറിയ പെൺകുട്ടിയാണ്. അതുപോലെ സ്ത്രീകളുണ്ട്, മറ്റു മുതിർന്നവരുണ്ട്. ഇത് ആലുവ മണപ്പുറം ദേശം കടവ് ഇവിടെ സൗജന്യമായിട്ട് നീന്തൽ പഠിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ 17 വർഷമായിട്ട്. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും നവംബർ 1 തുടങ്ങി മെയ് 31 വരെ വന്നു കഴിഞ്ഞാൽ സൗജന്യമായിട്ട് നീന്തൽ പഠിപ്പിച്ചു പോകാം. എൻ്റെ പേര് സജി വളശ്ശേരി. நடுக்கம் தினம் ஒரு போரான இது எங்கள் சொர்க்கம். ஊஞ்சலில் குழந்தைகள் இல்லை, உயிர் மட்டும் தான். வெல்கம் டு டீட்ராய்ட், இது குண்டுகளின் மண். பயம் எதுவும் இல்லையான குளிரினில் நடுக்கம். தினம் ஒரு போரான இது எங்கள் சொர்க்கம். ஊஞ்சலில் குழந்தைகள் இல்லை, உயிர் மட்டும் தான். வெல்கம் டு டீட்ராய்ட், இது குண்டுகளின் மண். തെരുവുകൾ ചിലതടയവേ, പല നിലവുകൾ അതിലെരിയവേ, ചിതയതിലിരു ചിറകൊടു പറവകളുയരുകയാ. കനവുകൾ ചിരി വിതറവേ, ഇഴിയിടകളിൽ വഴി തെളിയവേ, നിറനെഞ്ചിൽ ചേർക്കും കനിവേ നഗരം. പറത്തിയൊരോളമായി ചുടയുടെ പെരും പണമെടുത്തൊരു ചെറുപടയുടെ വരവിത സകിലടിച്ചൊരു മുകില പാടി നഗര മുകളിൽ മങ്കിടങ്ങൾ കുരവയായി കുഴലുമായി കൊടുമുടി കൊടുക്കൽ
ചെങ്കും ചേർത്തും പണ്ടേ വീറുന്നേ തീര മതയാന സ്വന്തലൂനാലിടും പലയാര സാട്ടും പിള്ളാരികൾ ഇവരുമായി എതിരിടാൻ കുതി 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 പടയിട്ട് പാടാറ് യാറ് 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 കൊടികയറണ പൂരമായി പൊടി പറത്തിയതോളമായി ചുണയുടെ പെരും പടമെടുത്തൊരു ചെറുപടയുടെ പരവിത സനിലടിച്ചൊരു മുകിലപാടി നഗര മുകളിൽ മംഗളങ്ങൾ കുരവയായി കുഴലുമായി കൊടുമുടി കൊടുക്കരുളും എന്നിലെരിഞ്ഞു തുടങ്ങിയ തീക്കണൽ നെഞ്ചിനകത്ത് പടർന്നു പിടിച്ചത് പടപൊരുതുവാൻ വേറി പിടിച്ചു കടലിളകി വരുന്നത് പോലെ മരവിച്ചു തുടങ്ങും നെഞ്ചിൻ തടകിൽ മുട്ടി പിടിച്ചതുപോലെ ഭയം അത് മാഞ്ഞു പോകെ ആത്മാവിൻ പഴുതിലൂടെ തളരുകിൽ ഒരു ശകലവും ഇനി പതറുകിൽ ഒരു ചുവടിലും തീർ വാർത്തെടുത്തു വെച്ചായുധത്തിന്റെ മൂർച്ചയുടെ വാക്കിലും ഇന്നു നാലും ദിക്കിലും ഇരുൾ നിറഞ്ഞുവെങ്കിലും ഒരു താൻ തുടങ്ങി പരാജിതൻ ഇനിയാവുന്നില്ല ഒരിക്കലും ഇവിടെ വിധിയെ മറികടന്നു പതിയെ പോയ കാലം ചൂടെടുത്തത് ഞാൻ പിടിച്ചെടുക്കും അത് തിരികെ വഴങ്ങില്ല മരിക്കും വരെ ഈ പതനത്തിൽ പടിവാതിലരികെ തിരിച്ചു ഞാൻ നടന്നു തുടങ്ങി ഇനി യാത്ര വിജയത്തിൽ പിറകെ കണ്ണുനീരിനി വിരാമം കനവുകൾക്കിതെന്തു ഭാരം എങ്കിലും ഞാൻ സഞ്ചരിക്കും അതിർത്തിയല്ലി അന്ധകാരം നെഞ്ചിടിവിന് ചുടലത്താളം പിടിവിടാതെ ചടുലഭാവം പിടിമരുന്നിന് തീ പിടിച്ചത് പോലെയുള്ളിലൊരു വികാരം പടർന്നു പിടിച്ചത് പടപൊരുതുവാൻ വേറി പിടിച്ചു കടലിളകി വരുന്നത് പോലെ മരവിച്ചു തുടങ്ങും നെഞ്ചിൻ തടകിൽ മുടി പിടിച്ചതുപോലെ ഭയം അത് മാഞ്ഞു പോകെ ആത്മാവിൻ പഴുതിലൂടെ തളരുകിൽ ഒരു ശകലവും ഇനി പതറുകിൽ ഒരു ചുവടിലും തീർ വാർത്തെടുത്തു വെച്ചായുധത്തിലെ മൂർച്ചയുടെ വാക്കിലും ഇന്നു നാലും ദിക്കിലും ഇരുൾ നിറഞ്ഞുവെങ്കിലും ഒരു താൻ തുടങ്ങി പരാജിതൻ ഇനിയാവുന്നില്ല ഒരിക്കലും നെഞ്ചിലെരിതിയേ എങ്കിലും നീയേ പുഞ്ചിരികളോടെ പോവതെങ്ങു ദൂരെ ചിന്തിയുറയുന്നേ വഞ്ചനത്തിയേ അങ്കമതിലൂടെ പോവതെങ്ങു ദൂരെ
പിടിച്ച പോലെ എങ്ങു പാഞ്ഞിടുന്ന ലീല ആടുകേറി നീ ഒളിച്ചു കാത്തിരിക്ക രാമ സത്യമുള്ളതാണു നിന്റെ അശ്വമേധ ലീല അപ്പപ്പ പണ്ടു രാമൻ ശ്രീരാമൻ പോയ പോലെ അപ്പപ്പ നാടുവിട്ടേ കാണേറും രാമലീല എങ്കിലും നീയേ പുഞ്ചിരികളോടെ പോവതെങ്ങു ദൂരെ ചിന്തിയുറയുന്നേ വഞ്ചനത്തിയേ അംഗമതിലൂടെ പോവതെങ്ങു ദൂരെ ചുറ്റിലുമാരോ കാവല കെട്ടിവലിഞ്ഞു തീവല അതു വെട്ടിമുറിച്ചു പുറത്തു കടക്കുക രാമ ഇത്തിരി നേരം മാറുക ഒത്തിലൊടിച്ചേ കാക്കുക എതിരാളി നടുങ്ങണ പോലെ കൊതിക്കട രാമ ആരു ചെയ്ത പാപമെന്നു പേരിടുന്നു രാമ തീ പിടിച്ച പോലെ എങ്ങു പാഞ്ഞിടുന്ന ലീല ആടുകേറി നീ ഒളിച്ചു കാത്തിരിക്ക രാമ സത്യമുള്ളതാണു നിന്റെ അശ്വമേധ ലീല അപ്പപ്പ പണ്ടു രാമൻ ശ്രീരാമൻ പോയ പോലെ അപ്പപ്പ നാടുവിട്ടേ കാണേറും രാമലീല എങ്കിലും നീയേ പുഞ്ചിരികളോടെ പോവതെങ്ങു ദൂരെ ചിന്തിയുറയുന്നേ വഞ്ചനത്തിയേ അംഗമതിലൂടെ പോവതെങ്ങു ദൂരെ സത്യം ചുടുചോര ചീന്തി ഉയർന്നൊരു വീര ഉയരങ്ങളിൽ ഹിമഗിരി ശൃംഗം ഇടിമിന്ന കലയാൽ വരച്ചൊരു ശൂര കലികാല ശാപ ദുരിതാന്യ മോക്ഷധീര ഹേ മാവീര മലയാളി കടലൊരു സത്യം ചുടുചോര ചീന്തി ഉയർന്നൊരു വീര ഉയരങ്ങളിൽ ഹിമഗിരി ശൃംഗം ഇടിമിന്ന കലയാൽ വരച്ചൊരു ശൂര കലികാല ശാപ ദുരിതാന്യ മോക്ഷധീര ഹേ മാവീര ശാപ ദുരിതാന്യ മോക്ഷധീര ഹേ മാവീര ധീര 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 ഹേ രണധീര ധീര 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 മാറ്റിയ വീര അതികണ്ടക ചുഴി മണ്ഡലമേറി വിജയത്തിരുകൊടി നാട്ടിയ ശൂര ഘടകം മറഞ്ഞു തിരിയും ധീര ഹേ മാവീര പ്രതികാരത്തിന് ചൂടിയ ഈ കലി കര നീക്കി മാറ്റിയ വീര അതികണ്ടക ചുഴി മണ്ഡലമേറി വിജയത്തിരുകൊടി നാട്ടിയ ശൂര ഘടകം മറഞ്ഞു തിരിയും ധീര ഹേ മാവീര ഘടകം മറഞ്ഞു തിരിയും ധീര ഹേ മാവീര ജീവശ്വാസമായി ഉയരിന്റെ ഈണമായി സിരയിൽ അറിയുന്ന പ്രാണന്റെ കണികയായി മനസ്സിൽ മധുരം ചൊരിയാൻ നീ വരൂ ഹൃദയം കുളിരായി തഴുകും തെന്നലായി ധീര 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 ധീര
ഇന്നലകളിൽ മിന്നിയതെല്ലാം നൂറഴകോടെ വീണ്ടും വിരിയാം വൻ വിജയങ്ങൾ നിൻ വഴി നീളെ വന്നെതിരേൽക്കും കാലം വരവായി കുതിച്ചോടും കാറ്റിൻ വേഗം കരുത്തായി കാത്തിടാം നിനച്ചിടും തീരത്തെല്ലാം നൊടിക്കുള്ളിൽ ചെന്നിടാം ഇന്നലകളിൽ മിന്നിയതെല്ലാം നൂറഴകോടെ വീണ്ടും വിരിയാം വൻ വിജയങ്ങൾ നിൻ വഴി നീളെ വന്നെതിരേൽക്കും കാലം വരവായി അടഞ്ഞിടാ കടൽ കടൽ തെളിഞ്ഞിടാ പടക്കളം ഒരുക്കിടാൻ പറന്നിടാ നടത്തുന്ന സജി വളാശ്ശേരി സാർ ഇന്ന് നമ്മളുടെ ഇവിടെ നീന്തിക്കിടന്നു വന്ന 5 വയസ്സ് മുതൽ 65 വയസ്സ് വരെയുള്ള അംഗങ്ങളെ നമുക്കറിയാം. നമ്മളുടെ നാട്ടിൽ ഈ പ്രദേശത്തൊന്നും ഇല്ലാത്ത വിധം വളരെ ഭംഗിയായിട്ട് ഓരോ വർഷം തോറും ഈ വർഷം തന്നെ 3500 പരം കുട്ടികളെയാണ് നീന്തൽ പരിശീലിപ്പിച്ച് നമ്മളുടെ സജി വളാശ്ശേരി സാറിന്റെ നേതൃത്വത്തിൽ ഇവിടുന്ന് പറഞ്ഞയക്കുന്നത്. അവരുടെ പ്രാരംഭഘട്ടമാണ് ഇന്ന് ഇവിടെ കടന്നു കഴിഞ്ഞിരിക്കുന്നത്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്നുള്ളത് PG ആണ്. PG ആണ്. അത് വേമ്പനാട്ട് കായൽ നീന്തിക്കിടക്കുക എന്നുള്ള ഒരു കടമ്പയാണ്. അതും നമ്മളുടെ കൊച്ചുമക്കൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഞാനും ഒരു 10 വർഷം മുമ്പ് വരെ ഇവിടെ സജി വളാശ്ശേരി സാറിന്റെ കൂടെ നീന്തൽ പരിശീലനത്തിന് വന്ന ഒരാളാണ്. ഇടയ്ക്ക് വെച്ച് ഷോപ്പായിട്ട് ഞാൻ എന്റെ ജോലിത്തിരക്കും മറ്റു കാര്യങ്ങൾ കൊണ്ട് ഞാൻ ഇടയ്ക്ക് നിർത്തിപ്പോയി. എങ്കിലും ഈ ആലുവപ്പുഴ സാറിന്റെ നേതൃത്വത്തിൽ നീന്തി കിടക്കുമ്പോൾ 1-2 തവണ വന്ന് ഞാൻ നീന്തി കിടന്നിട്ടുണ്ട്. അതിലെനിക്ക് അഭിമാനമുണ്ട്. നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും എല്ലാ മക്കൾക്കും ഈ വെക്കേഷനുകളൊക്കെ ഈ ഒരു ആപത്ത് വന്നാൽ അതിൽ നിന്ന് കരകയറി പോരുന്നതിന് വേണ്ടിയുള്ള പരിശീലനം സജി വളാശ്ശേരി സാറിന് നേതൃത്വം നടത്തുന്നത് എന്തുകൊണ്ടും അഭിമാനാർഹമാണ്. നമുക്ക് ഇവിടെ വന്നിട്ടുള്ള എല്ലാവർക്കും അധികമായി സംസാരിക്കുന്നില്ല, അടുത്ത ബാച്ചിനുള്ള സമയമായെന്നാണ് സാർ പറയുന്നത്. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നന്മകളും നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇത് ഒരു ചെറിയ കാര്യമല്ല. ഇത് ശരിക്കും പറഞ്ഞാൽ ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധ നേടേണ്ട ഒരു കാര്യമാണ്. അത്രയേറെ ഒരു വാങ്ങാതെ അത്രയേറെ ഈ നാടിനെ സ്നേഹിച്ചുകൊണ്ട് നടത്തുന്ന ഈ പരിപാടി എന്തുകൊണ്ടും സ്വാഗതാർഹമാണ്. അതോടൊപ്പം തന്നെ ഈ പരിപാടിയെ സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഏതാണ്ട് 600 കുടുംബങ്ങൾ വരുന്ന വാർഡ് തല ഗ്രൂപ്പുകളിൽ സ്മിജു എന്ന് പറയുന്ന അശോകപുരം അദ്ദേഹം ആ ഗ്രൂപ്പിൽ എല്ലാ പരിപാടികളും ഇടാറുണ്ട്. അതിനെ എല്ലാവരും തന്നെ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. അവിടെ നിന്നും ഒരുപാട് ആളുകൾ ഇത് പുഴ നീന്തൽ പഠിക്കുന്നതിനുമൊക്കെ വേണ്ടി ഇവിടെ എത്തിച്ചേരാറുണ്ട്. ആ കാര്യത്തിൽ ഞാനും അഭിമാനം കൊള്ളുന്നു. ഏതായാലും ഈ പരിപാടി ഇത്രയേറെ നല്ല രീതിയിൽ കൂടി കൊണ്ടുപോകുന്ന സജി സാറിനും സജി സാറിന്റെ കൂട്ടാളികൾക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. ഒരു നീന്തൽ പരിശീലനം, സൗജന്യമായ ഒരു നീന്തൽ പരിശീലനം നടത്തുന്ന സജി വളാശ്ശേരി സാറിനും അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന ഒരുപാട് ആളുകൾ ഇന്നിവിടെ എനിക്ക് കാണാൻ കഴിഞ്ഞു. എല്ലാവർക്കും ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ. ഇന്ന് നീന്തിക്കിടന്ന 29 പേർക്കും അതുപോലെ തന്നെ ഇവിടെ പരിശീലനം ഈ പ്രാവശ്യം നൽകിയ 3500 പേർക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും. ഇനിയും
വേമ്പനാട്ടുകായൽ നീന്തിക്കിടക്കാൻ എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്നും ഈ ഒരു പ്രവർത്തനത്തിന് സജി സാറിനും കൂട്ടാളികൾക്കും ഈശ്വരാനുഗ്രഹവും ഐശ്വര്യവും ഉണ്ടാകട്ടെ എന്നും നമ്മുടെ നാടിനും സമൂഹത്തിനും ഉപകാരപ്രദമാകുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ പ്രശംസനീയമാണ്. ഇത് ദേശീയ തലത്തിൽ തന്നെ അംഗീകാരം കിട്ടേണ്ടുന്ന ഒരു പരിപാടി കൂടിയാണെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. നമുക്ക് എത്രയും പെട്ടെന്ന് നീന്തൽ ഇപ്പൊ തന്നെ തുടങ്ങാം. ഇന്ന് ഞായറാണ്. ഇത്തിരി വൈകുന്നു വിചാരിച്ച ആരും പരിഭ്രമിക്കണ്ട. ഇത് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ ക്ലാസ് നിർത്തുള്ളൂ. 1 മണിക്കൂർ അല്ലെങ്കിൽ അതിൽ കൂടുതൽ 9 മണി വരെ നടത്താൻ തയ്യാറാണ്. അപ്പൊ ആരും തന്നെ പോകരുത്. ഇപ്പൊ തന്നെ ക്ലാസ് തുടങ്ങും, ഒട്ടും വൈകൂല. പിന്നെ ആന്റണി നമ്മുടെ കൂടെയുണ്ട്. ആന്റണി എല്ലാവർക്കും അറിയായിരിക്കും. അറിയാൻ പാടില്ലാത്തവരൊന്ന് ശ്രദ്ധിച്ചു. ആന്റണിക്ക് നടക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള ആളാണ് ആന്റണി. അപ്പൊ ആന്റണിയെ പൂർണ്ണമായിട്ട് ഞാൻ നീന്തൽ പഠിപ്പിച്ചതല്ല. ആന്റണിക്ക് കുറേയൊക്കെ നീന്തൽ അറിയായിരുന്നു. അങ്ങനെ ഇവിടെ വന്നു. പിന്നെ തുഴച്ചിൽ തുടങ്ങിയാണ് നമ്മൾ പഠിപ്പിച്ചത് ആന്റണിയെ. ഇപ്പൊ വളരെ നല്ല രീതിയിൽ നീന്തി ഇപ്പൊ ഒരു 2 മണിക്കൂറോളം തൊഴിഞ്ഞെടുക്കാനുള്ള കഴിവ്. പിന്നെ ഇപ്പൊ ആലുവ പെരിയാറ് ക്രോസ് ചെയ്തു. ഇത് 6 വയസ്സുള്ളൂ ഈ കുട്ടിക്ക്. 6 വയസ്സ്. നമ്മൾ ഈ ഏറ്റവും ലാസ്റ്റ് നമ്മൾ വായിച്ചത് 7 വയസ്സായ 2 പേര്, 7 വയസ്സുള്ള 2 കുട്ടികൾ കോഴിക്കോട് മുങ്ങി മരിച്ചു എന്നാണ് നമ്മൾ കേട്ടത്. അപ്പൊ ഈ കുട്ടിക്ക് 6 വയസ്സുള്ളൂ. അപ്പൊ മാതാപിതാക്കൾ തയ്യാറാവണേ. ഇനി അത് വേറെ കുട്ടിയുണ്ടോ? ചെറിയ കുട്ടീന്റെ റഹ്മാന്റെ മോളാണ്. അതെ, തീരെ കുഞ്ഞ്. ഇനി വേറെ ഉണ്ട്. ഇതാണ്, ഇത് റഹ്മാന്റെ മോളാണ്. റഹ്മാൻ ഇവിടെ വന്നപ്പോ തുടങ്ങി എല്ലാ കാര്യങ്ങളിലും സഹകരിക്കുന്ന. റഹ്മാൻ ഇവിടെ ഉണ്ടോ? ഒന്ന് കൈ വയ്ക്കാൻ നിന്ന് ഇപ്പോൾ കൈ വയ്ക്കാൻ. റഹ്മാന്റെ മോളാണിത്. അപ്പൊ ഇതൊക്കെ ചെറിയ കുട്ടികളാണ്. എല്ലാ കാര്യങ്ങൾക്കും സഹകരിച്ച് വന്ന് തുടങ്ങി എല്ലാ കാര്യങ്ങൾക്കും രാത്രി വരെ. എന്ന് വെച്ചാൽ രാത്രി എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ മൊബൈലിൽ കുറെ പരിപാടികളുണ്ടല്ലോ. നമ്മുടെ അറ്റൻഡൻസ് കാര്യങ്ങളെല്ലാം റെഡിയാക്കുന്ന പുള്ളിക്കാരനാണ്. ഒത്തിരി ഹെൽപ്പ് ചെയ്തതാണ് റഹ്മാൻ. അപ്പൊ അതുപോലെ ചെറിയ ചെറിയ കുട്ടികളുണ്ടോ, നമ്മൾ പേപ്പറിൽ കാണുമ്പോൾ എത്രയോ പേരാണ് മുങ്ങി മരിക്കുന്നത്. ഇത് മുങ്ങി മരിക്കാതിരിക്കണമെങ്കിൽ ഇത് മാതാപിതാക്കൾ, ജന്മം കൊടുത്ത മാതാപിതാക്കള് വിചാരിക്കണം എന്റെ കൊച്ചു മുങ്ങി മരിക്കണമെന്ന്. അവര് വിചാരിച്ചു കഴിഞ്ഞാൽ ഓക്കെ ആവും. അല്ലാതെ ഗവൺമെന്റിന്റെ കുറ്റം പറഞ്ഞിട്ടോ സ്കൂളുകാരെ കുറ്റം പറഞ്ഞിട്ടോ ഒന്നും കാര്യമില്ല. നമ്മളുടെ കുട്ടികൾ നഷ്ടപ്പെടും. നമ്മളുടെ കുട്ടികൾ നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ നമ്മൾ തന്നെ തീരുമാനിക്കണം. ഇതുപോലെ ഇവിടെ തന്നെ വേണമെന്നില്ല, എവിടെയെങ്കിലും കൊണ്ടുപോയി ഇതേപോലെ നല്ല രീതിയിൽ നീന്തലോടിപ്പിക്കണം. അല്ലാതെ ചെറിയൊരു നീന്തല് ഇപ്പൊ 16 ദിവസം കൊണ്ട് നീന്തൽ പഠിപ്പിക്കാന്ന് പറഞ്ഞു. 16 ദിവസം കൊണ്ടുള്ള നീന്തൽ പഠിപ്പിച്ചിട്ട് ഈ പുഴ പോലെയുള്ള ഒഴുക്കിലേക്ക് കിട്ടു കഴിഞ്ഞാൽ ആളുകൾ ഇല്ലാണ്ടായി പോകും. അപ്പൊ അത് അത്യാവശ്യം ബേസിക്കാ പഠിക്കാൻ പറ്റുള്ളൂ. പിന്നെ കുറേശ്ശെ പഠിച്ചു കഴിഞ്ഞാലാണ് ഈ കുട്ടികളുടെ പോലെ ആവാൻ പറ്റുള്ളൂ. അപ്പൊ ഇതാണ് ഏറ്റവും ചെറിയ കുട്ടികൾ, ലേഡീസ്, പെണ്ണ് എല്ലാവരും ഉണ്ട്. ഒരു ലേഡി 2 വാക്ക് സംസാരിക്കോട്ടെ. ഇവരുടെ കുടുംബം അടച്ച് നീന്തിയതാണ്. അവരുടെ കുടുംബക്കാരൊക്കെ ഒന്നും കൂടി പറയട്ടോ, ഒന്ന് കാണിച്ചു. എല്ലാവർക്കും നമസ്കാരം. ആദ്യമേ തന്നെ സംസാരം നന്ദി അറിയിക്കട്ടെ. ഇത്രയും വലിയ കഴിഞ്ഞ വർഷം വന്ന് ഇവിടെ നീന്താൻ വന്നതാണ്. പക്ഷേ എനിക്ക് പുഴ കടക്കാൻ സാധിച്ചില്ല. ഈ വർഷം വന്ന് ഞാൻ ഏപ്രിലാണ് ആദ്യം വന്നത്. ഞാൻ പുഴ കടക്കുമെന്ന് വിചാരിച്ചതല്ല. പക്ഷേ ഞാൻ ഇവിടെ ഇന്ന് പുഴ കടക്കാൻ എനിക്ക് സാധിച്ചു. കുറെ നാളായിട്ട് വീഡിയോ കാണുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ ഭിന്നശേഷി കുട്ടികളോടുള്ള അപ്രോച്ച് എന്താണ്, എങ്ങനെയാണ്, നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ പോകുമ്പോൾ നമുക്ക് പലരുടെ ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട്. അപ്പൊ ഇവിടെ എത്തിപ്പെടാനായിട്ട് താമസിച്ചതിന്റെ കാര്യം അതാണ്. പക്ഷെ പിന്നെ ഏതൊരു ഭിന്നശേഷി കുട്ടികളോടും എനിക്ക് നല്ല രീതിക്ക് പറയാൻ പറ്റും. ഇവിടെ അതുമാത്രമാണ് സാറിന്റെ കൂടെയുള്ള എല്ലാവരും കയറുന്നത്. ഇവനെ എടുത്തുകൊണ്ട് ഇറക്കുകയും കയറ്റുകയും തുടങ്ങിയെല്ലാം സാറ് ഉൾപ്പെടെ എല്ലാവരും ചെയ്യുന്നത്. ഇവിടെ വേറെ എവിടെ ചെന്നാലും ഞാൻ തനിയെ തന്നെ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇവിടെ ഇത്രയും സപ്പോർട്ടോടുകൂടി. അതുകൊണ്ട് മാത്രമാണ്, എന്റെ മാത്രമല്ല, അവരുടെ മാത്രമല്ല, ഇവരുടെ എല്ലാവരുടെയും സപ്പോർട്ടും കൂടി ഉള്ളതുകൊണ്ടാണ് ഇത്രയും ഒരു കാര്യങ്ങൾ നടക്കാൻ സാധിക്കുന്നത്. കാരണം പലരുടെ ബുദ്ധിമുട്ട് വരുമ്പോൾ എനിക്ക് ഇങ്ങോട്ട് ധൈര്യത്തോടെ വരാൻ പറ്റും. കാരണം വീൽ ചെയറിലാണെങ്കിലും ഇവരെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യാനുള്ള ധൈര്യത്തിൽ എനിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റും. ആ ഒരു വരാനുള്ള ഒരു ഇതാണ് ഇവിടെ എനിക്ക് ഇത്രയും പെട്ടെന്ന് വരും സാധിച്ചത്. ചിതറിയ രാവിൻ ഇരുളലകൾ ചേർന്നു കതിരുകൾ തൂകിടും
തുഴഞ്ഞു കിടക്കുന്നത്. അവരെ ഈ ആഴ്ച തന്നെ നമ്മൾ ക്രോസ് ചെയ്യിക്കും. അത് കഴിഞ്ഞിട്ടാണ് ഞായറാഴ്ച മെഗാ ക്രോസിംഗ് ചെയ്യുന്ന എല്ലാവരെയും കൂടി ചേർത്തിട്ട് ചെയ്യുന്നത്. അപ്പൊ അടുത്ത നവംബറിൽ ഇതുപോലെ തന്നെ 1-ാം തീയതി ക്ലാസ് തുടങ്ങാം. എത്ര പേര് വന്നാലും പഠിപ്പിക്കാനുള്ള സെറ്റപ്പ് നമുക്കുണ്ട്. അപ്പൊ അത് നിങ്ങൾ നീന്തലറിയാൻ പാടില്ലാത്ത ആരെങ്കിലും ഇന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഇനി 7 ദിവസമുണ്ട്. കൂടുകയാണെങ്കിൽ ഇന്ന് തുടങ്ങി കൂട്ടാം. പിന്നെ ബാക്കിയുള്ള പഠിത്തത്തിന് വേണ്ടിയിട്ട് അടുത്ത നവംബറിൽ 1 നമ്മളിവിടെ തുടങ്ങും.